റിപ്പോർട്ടർ SIT ഫോളോ അപ്പ് ബ്രേക്കിംഗ്. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ സംസ്ഥാനത്തെ കായലുകളിൽ നടക്കുന്ന മണൽ കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സർക്കാർ ഉത്തരവിൽ പറയുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും നടപ്പാക്കുന്നില്ല. എടുക്കുന്ന മണ്ണിന്റെ കണക്ക് സൂക്ഷിക്കണമെന്ന ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് ഉപകരാറുകാർ മണലൂറ്റുന്നത്. ലോഡുകൾ എണ്ണാൻ ഡ്രഡ്ജിംഗ് സ്ഥലത്ത് ഉദ്യോഗസ്ഥരില്ല. റോഡ് നിർമ്മാണത്തിനല്ലാതെ മണൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടത്തുന്നുവെന്നും റിപ്പോർട്ടർ അന്വേഷണത്തിൽ കണ്ടെത്തി. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. വളരെ ഗുരുതരമായ ചട്ടലംഘനമാണ് നടന്നിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിന്റെ മറവിൽ ഒരു വലിയ അഴിമതി നടക്കുന്നുണ്ട്, ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുമോ TV പ്രസാദ്? ഉറപ്പായും അരുൺ, കാരണം ഇങ്ങനെ സൗജന്യമായി എടുക്കുന്ന മണൽ അത് എത്രയാണെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ നിലവിൽ സൗകര്യമില്ല. എത്ര ലോഡാണ് മണൽ അവിടുന്ന് പോകുന്നത് എന്ന് ആരും അറിയില്ല. പക്ഷേ ആ ഉത്തരവിൽ എഴുതി വെച്ചിട്ടുണ്ട് ജില്ലാ ജിയോളജിയും NHAയും അതിൻ്റെ കണക്ക് സൂക്ഷിക്കണമെന്ന്. പക്ഷേ ആരാണ് കണക്ക് സൂക്ഷിക്കേണ്ടത്, എവിടെയാണ് കണക്ക് കൊടുക്കേണ്ടത് എന്നൊന്നും സംബന്ധിച്ച് ഒരു വ്യക്തതയും ജില്ലാ ഭരണകൂടത്തിനുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഭരണകക്ഷി MLAയും CPIM നേതാവുമായ PP ചിത്തരഞ്ജൻ തന്നെ അതിനെതിരെ രംഗത്ത് വന്നത്. കളക്ടറോട് കത്ത് കൊടുത്ത് മീറ്റിംഗ് വിളിപ്പിച്ചത് ഒരു കാരണവശാലും ഈ മണലെടുപ്പ് തുടരാൻ പാടില്ല എന്ന് ചിത്തരഞ്ജൻ തന്നെ പറയുകയും ചെയ്തു. അരുൺ, ഇതിലൊരു പ്രശ്നമുള്ളത് ഈ ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഇപ്പോൾ കരാർ എടുത്തിരിക്കുന്ന, അതിലും ഉപകരാർ എടുത്തിരിക്കുന്നവർക്കാണ് അതിൻ്റെ നേട്ടം എന്നുള്ളതാണ്. അതായത് അവർക്ക് ചുവന്ന മണ്ണ്, അതായത് നമ്മൾ ഗ്രാവൽ എന്ന് പറയുന്ന ചുവന്ന മണ്ണ് അടിക്കേണ്ട സ്ഥലത്താണ് ഇപ്പോൾ ഈ കായലിലെ ചെളി നിറഞ്ഞ മണ്ണ് അടിക്കുന്നത്. അതിൻ്റെ ഉറപ്പ് എത്രമാത്രം ഉണ്ട് എന്നുള്ള ഒരു ശാസ്ത്രീയ പരിശോധന നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കുരിയാട് സംഭവിച്ചതുപോലെ മണ്ണിളകി പോകാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല അരുൺ, ഈ മണൽ വ്യാപകമായി രാത്രിക്ക് രാത്രി മറ്റിടങ്ങളിലേക്ക് കടത്തുന്നു എന്ന ഗുരുതരമായ ആക്ഷേപവും ഉയരുന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ നമ്മൾ അന്വേഷിക്കുകയാണ്. വലിയ കൊള്ളയാണ് നടക്കുന്നത്. സൗജന്യമായി നമ്മുടെ കായൽ തുരന്നു കൊണ്ടുപോവുകയാണ് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ. അരുൺ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. TV പ്രസാദാണ് പ്രേക്ഷകരിലേക്ക് ആ വാർത്ത ഇന്നലെ എത്തിച്ചത്.